ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മൾ വീടിൻ്റെയൊക്കെ പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് എയറിൻ്റെ സർക്കുലേഷനും അതുപോലെ തന്നെ എയറിൻ്റെ ബാഡ് സ്മെല്ല് കാര്യങ്ങളൊന്നും വീട്ടിലേക്ക് അകത്തേക്ക് വരാത്ത രീതിയിൽ എങ്ങനെ ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ മോട്ടറിൻ്റെ കണക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. ഇതും കിണറിൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത്. കിണറിൻ്റെ അടുത്തേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന പൈപ്പാണ് മോട്ടറിലേക്ക് വരുന്ന പൈപ്പ്. അത് മോട്ടർ അടിക്കുമ്പോൾ ടാങ്കിലേക്ക് കയറുന്ന പൈപ്പും അതുപോലെ തന്നെ മോട്ടറിൻ്റെ കണക്ഷനും അത് നേരെ വന്നിരിക്കുന്നത് നമ്മുടെ കിച്ചണിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അത് കൂടാതെ തന്നെ നമ്മുടെ ബാത്റൂമിൻ വാഷ് ബേസിൻ, അതായത് കോമൺ വാഷ് ബേസിൻ ഉണ്ട് വീടിൻ്റെ അകത്ത്. ആ വാഷ് ബേസിനിൽ നേരെ ഓരോ 1.5 ഇഞ്ച് പൈപ്പാണ് താഴേക്ക് വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു എയർ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നേരെ പോയതിന് ശേഷം കറക്റ്റായിട്ട് നമ്മുടെ ഭിത്തിയോട് ചേർന്ന് വീടിൻ്റെ സൈഡിലോട് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് മാറാതെ എല്ലാ പ്ലംബിങ്ങും വർക്കും ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഭാവിയിൽ നമ്മളിത് മണ്ണിട്ട് മൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല, പൈപ്പുകളൊക്കെ എങ്ങനെ പോയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ ഏകദേശം നമ്മുടെ തറയോട് ചേർന്ന് ഏകദേശം മാക്സിമം ഒരു 1.5 അടിയിൽ വീതി മാത്രം എടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ പൈപ്പുകളും ഒന്നിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഭാവിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ട് കുത്തോ കാര്യങ്ങൾക്കൊന്നും കിട്ടാതെ പൈപ്പ് പൊട്ടിപ്പോവാതിരിക്കാനും കറക്റ്റ് സ്ഥലത്ത് പൈപ്പ് ഇന്ന സ്ഥലത്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനും അതാണ് ഏറ്റവും ഉചിതമായ രീതി. പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാം തന്നെ വൈയിട്ടിട്ടാണ് ഡ്രൈനേജ് സിസ്റ്റം ചെയ്തിരിക്കുന്നത്. വൈയിട്ട് ഡ്രൈനേജ് സിസ്റ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ മാക്സിമം നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. ആദ്യം മുകളിൽ നിന്ന് ഇരിക്കുന്ന ബാത്റൂം നേരെ വന്നതിന് ശേഷം വഴിയിട്ട് അതിനുശേഷം രണ്ടാമത്തെ താഴെയുള്ള ബാത്റൂം നമ്മൾ Y45 ഇട്ട് കണക്ട് ചെയ്തു. അത് കുളിക്കുന്ന വെള്ളം പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ എയർ സിസ്റ്റം ഒരു എയർ കൗൾ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു എയർ കൗൾ ഇട്ട് കൊടുത്തതിന് ശേഷം അങ്ങനെ കൊടുക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുഴിയിൽ നിന്ന് വരുന്ന സ്മെല്ല് ബാത്റൂമിൻ്റെ അകത്ത് പോകാതിരിക്കുന്നതിന് എയർ സിസ്റ്റം പക്കയായിട്ട് നമ്മൾ കൊടുത്തിരിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമിലേക്ക് കയറുന്ന 1 ഇഞ്ച് പൈപ്പ്, അതായത് 1.5 ഇഞ്ച് പൈപ്പാണ് ഏറ്റവും ആദ്യം ടാങ്കിൽ നിന്ന് വരുന്ന 2 ഇഞ്ച് പൈപ്പ്, അതിനുശേഷം 1.5 ഇഞ്ച് പൈപ്പ് 1 ഇഞ്ച് പൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് ബാത്റൂമിൻ്റെ അകത്തേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിൻ്റെ അകത്ത് നമ്മളെല്ലാം ചെയ്തിരിക്കുന്നത് CPVC പൈപ്പാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് CPVC നേരെ പുറത്തേക്ക് വന്നതിന് ശേഷം ആ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ പച്ചവെള്ളമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. FTA MTA ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്തതിന് ശേഷം 1 ഇഞ്ച് വാൽവ് എല്ലാ ബാത്റൂമിനും സെപ്പറേറ്റ് വാൽവ് കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ബാത്റൂം കംപ്ലൈൻറ്റ് ആവുന്ന സമയത്ത് ആ വാൽവ് മാത്രം നമുക്ക് അടച്ചിട്ട് അതിന് മെയിൻ്റനൻസ് കാര്യങ്ങളും ചെയ്യാം. മറ്റ് ഫുൾ ടൈം നമുക്ക് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് വാൽവുകൾ ഓരോ ബാത്റൂമിന് കൊടുക്കുന്നതാണ് ഏറ്റവും ഉചിതം. പിന്നെ അതിന് ശേഷം നേരെ പോകുന്നതിന് ശേഷം 1.5 ഇഞ്ച് പൈപ്പ്, 2 ഇഞ്ച് പൈപ്പ്, അതിനുശേഷം 4 ഇഞ്ച് പൈപ്പ് ഡ്രൈനേജ് സിസ്റ്റം നേരെ പോകുന്നത്. പിന്നെ നമ്മുടെ കുളിക്കുന്ന വെള്ളം അതുപോലെ തന്നെ വാഷ് ബേസിൻ്റെ വെള്ളം ഇതെല്ലാം പോകുന്നത് സെപ്പറേറ്റ് ഒരു കുഴി നമ്മൾ എടുത്തിട്ടുണ്ട്. ആ കുഴിയിലേക്ക് ഡയറക്റ്റായിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഡയറക്റ്റ് റിങ്ങിൻ്റെ സിസ്റ്റമാണ്, റെഡിമെയ്ഡ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് നേരെ കുഴിയിലേക്ക് ചാടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മളിവിടുന്ന് പോകാനുള്ളത് 1.5 ഇഞ്ച് പൈപ്പ് വെള്ളത്തിൻ്റെ പൈപ്പും അതുപോലെ തന്നെ മോട്ടറിൻ്റെ പൈപ്പുമാണ് നമുക്ക് പോകാനുള്ളത്. പിന്നെ മോട്ടറിലേക്ക് കൊടുക്കുന്ന കണക്ഷൻ്റെ പൈപ്പും പിന്നെ ഡ്രൈനേജ്, ആ 4 ഇഞ്ച് ഡ്രൈനേജ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 4 ഇഞ്ച് അവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കുഴിയിൽ നിന്ന് എയർ കാര്യങ്ങൾ റിലീസ് ചെയ്യാനും മസ്റ്റായിട്ട് നമ്മൾ എയർ സിസ്റ്റം കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ കുളിക്കുന്ന വെള്ളത്തിൻ്റെ ആണെങ്കിലും ഈ പറയുന്ന കുഴിയിൽ നിന്ന് എയർ റിലീസ് ആവാനായിട്ട് എയർ സിസ്റ്റത്തിന് വേണ്ടി എയർ കൗൾ മസ്റ്റായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. വീടിൻ്റെ അകത്തേക്ക് സ്മെല്ല് കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവുന്നതല്ല. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.